ഓക്കെ, അപ്പൊ അതാണ് കേസ്. അപൂർവ അല്ലേ? നൈസ് നെയിം. അപ്പൂന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? എല്ലാരും അങ്ങനെ വിളിക്കുന്നതാണോ ഇഷ്ടം, അതോ അത്രയ്ക്ക് അടുപ്പമുള്ളവർ മാത്രം അങ്ങനെ വിളിച്ച് കേൾക്കാനാണോ ഇഷ്ടം? അടുപ്പമുള്ളവരെ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോ എനിക്കും അങ്ങനെ വിളിക്കാം അല്ലേ? എന്താ, നമ്മൾ തമ്മിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയില്ലേ? എന്താ തോന്നില്ലേ അങ്ങനെ? ഓക്കെ, ഞാൻ ഇനി അപ്പുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കും. വലിയ ഗൗരവമുള്ള ചോദ്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റന്റ് ആയി മറുപടി പറയണം. ഒരുപാട് ആലോചിക്കാനുള്ള സമയമൊന്നും എടുക്കരുത്. ഓക്കെ? അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? പ്ലീസ് കമോൺ. അങ്ങനെ പ്രത്യേകിച്ചൊരു നിറത്തോടും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എങ്കിലും ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണ്. ഓ, ഗ്രേ ഷെയ്ഡ്സ്, ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ട ഫ്ലവർ? ഓർക്കിഡ്. ഇഷ്ടപ്പെട്ട ടൈം? ഐ മീൻ ഡേ ഓർ നൈറ്റ്? നൈറ്റ്. നൈറ്റ്. കുഞ്ഞുനാളിൽ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതിനോടാണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, ഒരു ടോയ് ജീപ്പ്. അതിന്റെ കളർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, മിലിറ്ററി ഗ്രീൻ. ഓ, നല്ല ഓർമ്മശക്തിയാണല്ലോ തനിക്ക്. ഗുഡ്. ഇതുവരെയുള്ള ജീവിതത്തിൽ അപ്പുവിന് ഏറ്റവും ഇഷ്ടം തോന്നിയ വ്യക്തി ആരാണ്? മാളവിക മുരളീധരൻ. ഓ, ഇറ്റ്സ് യു, റൈറ്റ്? അതെ ഡോക്ടർ. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പുവിന് തൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് എപ്പം മുതലാണ്? എക്സാക്ട് ഡേറ്റ് വേണമെന്നില്ല, ഏത് വയസ്സിലാണെന്ന് പറഞ്ഞാൽ മതി. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. ഓ, ഞാനിന്ന് ഫ്രണ്ട്സുമായി ഗ്രൗണ്ടിൽ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു ആൺകുട്ടിയാണെന്ന് തോന്നിയത്. എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം? അറിയില്ല, പക്ഷെ അന്ന് ആ മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്തത് ഞാനായിരുന്നു. റിയലി ഗുഡ്. ഓക്കെ, അപ്പൊ ആ മാച്ചിലൂടെയാണ് ഒരു ആൺകുട്ടിയുടെ കരുത്തും മിടുക്കും തന്നിലുണ്ടെന്ന് അപ്പുവിന് തോന്നിയത് അല്ലേ? ആയിരിക്കാം. ആ തോന്നൽ അപ്പുവിനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ ആ തോന്നൽ മാറി. പകരം താനൊരു ആൺകുട്ടി തന്നെയാണെന്ന് അപ്പു സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആൺകുട്ടിയായി ജീവിക്കാൻ തയ്യാറെടുത്തു തുടങ്ങി. റൈറ്റ്? പക്ഷെ അപ്പോഴും അത് അപ്പുവിന്റെ മാത്രം വിശ്വാസമായിരുന്നു. യാഥാർത്ഥ്യം അതല്ല, ശരിയല്ലേ? നോക്കൂ, ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരാൾ ഫേക്കാണെന്ന് തിരിച്ചറിയുന്നിടം വരെ അയാൾ ജെനുവിനാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അയാൾ സത്യസന്ധനാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയാണോ? അയാളിലെ തട്ടിപ്പുകാരനും നമ്മൾ അയാളിൽ കാണാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധനും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പുന് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ സൂസൻ ജേക്കബിന്റെ പരിശോധനയിൽ അപ്പു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീയാണ്. ബയോളജിക്കലി ഒരു ഡിസോർഡറും ഇല്ലാത്ത, പ്രസവിക്കാൻ ശേഷിയുള്ള ഒരു പെർഫെക്റ്റ് വുമൺ. എന്നിട്ടും അപ്പു ഒരു മാൻ ഡിസ്ഗൈസ്ഡ് വിമൺ ആണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നു. സോറി, അതെന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഡോക്ടർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാണിന്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്ത് തെറ്റ്? ഒരാൾ അയാൾ ജനിക്കുന്ന ജെൻഡറിൽ തന്നെ ജീവിച്ചു കൊള്ളണമെന്ന് ഒരു നിയമവുമില്ല. ഒരാളുടെ ജെൻഡർ അയാളുടെ ചോയ്സ് തന്നെയാണ്. സോഷ്യലി അത് അക്സെപ്റ്റബിൾ തന്നെയാണിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജീവിതം മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. കുട്ടിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മെയ്ക്കരുത്ത് കണ്ട് കൗതുകം തോന്നിയ ഒരു കുസൃതിക്കാറ്റ് അവളുടെ കാതിൽ പറഞ്ഞ കളവാണ് നീ ഒരാൺകുട്ടിയാണെന്നുള്ളത്. ആ സത്യം തിരിച്ചറിയുന്നിടത്ത് അപ്പുവിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാനൊരു സാധ്യതയുണ്ട്. അതിനാദ്യം വേണ്ടത് താൻ ബയോളജിക്കലി പെർഫെക്റ്റായ ഒരു സ്ത്രീയാണെന്ന സത്യത്തെ അംഗീകരിക്കലാണ്.
ഒരു നിലക്കണ്ണാടിക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി ആത്മവിശ്വാസത്തോടെ തന്റെ പ്രതിബിംബത്തെ നോക്കിയാൽ ഇയാൾക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉള്ളിൽ പതിഞ്ഞുപോയ ഒരു ആൺമനസ്സ് അപൂർവ എന്ന സുന്ദരിയായ സ്ത്രീക്ക് മുന്നിൽ അടിയറവ് പറയുമെന്നാണ് സത്യം. പക്ഷെ അതിനാദ്യം വേണ്ടത് ഒരു മനസ്സാണ്. എന്തു പറയുന്നു? ജസ്റ്റ് ട്രൈ ഇറ്റ് അപൂർവ. തനിക്ക് ഈസിയായി അതിന് പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. തനിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഇങ്ങനൊരു കൂട്ടുകാരി ഉള്ളപ്പോൾ എന്തിനും മടിക്കണം? ജസ്റ്റ് ട്രൈ ഇറ്റ്. ആദ്യമൊക്കെ വഴങ്ങിത്തരാൻ മനസ്സ് വല്ലാതെ കലഹിച്ചെന്നിരിക്കും. പക്ഷെ ശ്രമം ഉപേക്ഷിക്കരുത്. ഒടുവിൽ ജയിക്കുന്നത് അപൂർവ തന്നെ ആയിരിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അപ്പു. Once again, all the very best. താങ്ക് യു.